മുനമ്പം സമരം തകർക്കാനുള്ള നീക്കങ്ങളുമായി CPM സമരസമിതിയിൽ ചേരിതിരിവുണ്ടാക്കിയും കള്ളപ്രചാരണങ്ങളിലൂടെയും റിലേ നിരാഹാര സമരം നിർത്തിവെപ്പിക്കാനാണ് ശ്രമം. KN ഉണ്ണികൃഷ്ണൻ MLAയുടെ നേതൃത്വത്തിലാണ് തെറ്റായ പ്രചാരണങ്ങൾ നടത്തുന്നതെന്നും സമരത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ എത്ര ശ്രമിച്ചാലും CPMന് കഴിയില്ല എന്നും സമരസമിതി നേതാവ് സിജി ജിൻസൺ വ്യക്തമാക്കി. മുനമ്പം വിഷയത്തിൽ പാർട്ടി നിലപാട് വിശദീകരിക്കാൻ CPM സംഘടിപ്പിച്ച ബഹുജന കൂട്ടായ്മ മുനമ്പത്തെ ജനങ്ങൾ ബഹിഷ്കരിച്ചതോടെയാണ് കള്ളപ്രചാരണങ്ങളും ആരംഭിച്ചത്. 79ാം ദിവസത്തിലേക്ക് കടന്ന സമരത്തിന്റെ ശക്തി കുറയ്ക്കാനും സമരസമിതിയിൽ ഭിന്നിപ്പുണ്ടാക്കാനും റിലേ നിരാഹാര സമരം നിർത്തിവെപ്പിക്കാനുമുള്ള നീക്കങ്ങളാണ് CPM നടത്തുന്നത്. വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് സമരം തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് സമരസമിതി നേതാവ് സിജി ജിൻസൺ ആരോപിച്ചു. വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായ ഇവരെന്തിനാണ് ജനങ്ങൾ നടത്തുന്ന സമരത്തിന് എത്ര ഭയപ്പെടുന്നത്? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. രണ്ടാമത്തെ കാര്യം MLA പറഞ്ഞു വെച്ചത് ഇവിടെ പൈസ ഒഴുകുന്നുണ്ടെന്ന്. ഇവിടെ പൈസ ഒഴുകുന്നുണ്ട് എങ്കിൽ ആകെ വന്നിരിക്കുന്നത് ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടന്നപ്പോഴും ഈ കുട്ടി സഖാക്കളെല്ലാം ബക്കറ്റ് പിരിവിനായിട്ട് ആളുകളുടെ വീടുകളിൽ നടന്നു. അതാണ് ഇവിടെ ഒഴുകിയ പൈസയുടെ കണക്ക് പറയുന്നത്. പിന്നെ ഇവിടെ സമരം നിർത്താൻ പറയാനായിട്ട് സമരം ഒരു കാരണവശാലും ഞങ്ങൾ നിർത്തില്ല. മുനമ്പത്ത് സംഘടിപ്പിച്ച യോഗത്തിലും ഭൂമി വഖഫല്ലെന്ന് പ്രഖ്യാപിക്കാനുള്ള ആർജവം CPM നേതാക്കൾ കാണിച്ചിരുന്നില്ല. മുനമ്പത്തെ ഭൂമി വഖഫാണെങ്കിലും അല്ലെങ്കിലും എന്ന നിലപാടില്ലായ്മയാണ് മന്ത്രി P രാജീവും പ്രകടിപ്പിച്ചത്. മുനമ്പത്തെ സമരത്തിന് പിന്തുണ നൽകുന്ന സംഘടനകളെ വർഗീയ സംഘടനകളെന്ന് മുദ്രകുത്തുകയാണ് CPM. കാസ എന്ന സംഘടന ക്രൈസ്തവരുടെ തീവ്രവാദ സംഘടനയാണെന്നൊരു പരാമർശം MLA നടത്തുകയുണ്ടായി. കാസ ഒരിക്കലും ഞങ്ങൾക്കൊരു തീവ്രവാദ സംഘടനയായില്ല. കാസയെ എപ്പോഴും മുനമ്പത്തുകാരൻ നെഞ്ചോട് ചേർത്ത് തന്നെ വെച്ചേക്കനാണ്. കാരണം നന്മയ്ക്ക് വേണ്ടി ആര് സംസാരിക്കുന്നോ അവരുടെ കൂടെ ഈ മുനമ്പം ജനത നിന്നിരിക്കും. ഇടതു വലതു മുന്നണികളുടെ ഇരട്ടത്താപ്പും വിഷയത്തിൽ മതപ്രീണനം മുൻനിർത്തി മാത്രം സംസാരിക്കുന്ന നേതാക്കളുടെ വാക്കുകളിലെ പൊള്ളത്തരവും തുറന്നു കാണിച്ചാണ് മുനമ്പം സമരസമിതി മുന്നോട്ട് പോകുന്നത്. സമരസമിതി വിളിക്കാതെ ക്രിസ്മസ് ദിനത്തിൽ സമരപ്പന്തലിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഹൈബിയുടെ MPയും മറ്റ് കോൺഗ്രസ് നേതാക്കളും എത്തിയെങ്കിലും ഇവർക്ക് പ്രസംഗിക്കാൻ വേദി നൽകിയിരുന്നില്ല. ജനം, കൊച്ചി.